മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 18-17 നമുക്ക് ധ്യാനിക്കാം. 1 സാമുവേൽ chapter 18 verse 17. ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിന്റെ യുദ്ധം നടത്തിയാൽ മതി. നവംബർ മാസത്തിലെ ഒരു കുളിരുള്ള രാത്രി തന്റെ ആത്മാർത്ഥ സ്നേഹിതയ്ക്ക് ഒരു കത്തെഴുതുകയായിരുന്നു ആ പെൺകുട്ടി. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം. അവൾ വാതിൽ തുറന്നു. പുറത്തു കുറെ പേരുണ്ട്. അവരുടെ മുഖത്ത് പരിഭ്രാന്തി. ഡോക്ടറമ്മ, രക്ഷിക്കണം, ഉടനെ വീട്ടിലേക്ക് വരണം. എന്റെ ഭാര്യയ്ക്ക് 15 വയസ്സേ ഉള്ളൂ. അവൾ ഗർഭിണിയാണ്. നിങ്ങൾ വന്ന് അവളെ രക്ഷിക്കണം. പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഡോക്ടറല്ല, എന്റെ അച്ഛനാണ് ഡോക്ടർ. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹം ഉടൻ നിങ്ങളോടൊപ്പം വരും. അവരുടെ മുഖം മങ്ങി. വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. നേതാവെന്ന് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഹേ നിൽക്കൂ, നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കണ്ടേ? അന്യപുരുഷനെ എന്റെ ഭാര്യ കാണുന്നത് മതാചാരപ്രകാരം തെറ്റാണ്. മുന്നോട്ട് നടന്നു തുടങ്ങിയ ഒരു യുവാവ് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എന്ത് തെറ്റ്? ഒരു ജീവൻ മരണ പ്രശ്നമല്ലേ ഇത്? അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ചോദിച്ചു. മരിച്ചാലും ശരി, ഒരു പുരുഷനെ കൊണ്ട് അവളുടെ ശരീരത്തിൽ ഞാൻ തൊടിയിക്കില്ല. മധ്യവയസ്കൻ ക്രൂദ്ധനായി, പ്ലീസ്, ഞാൻ കെഞ്ചി അപേക്ഷിക്കുകയാണ്. എന്റെ അച്ഛൻ പ്രായമേറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അവരിരുട്ടിൽ നടന്നു മറഞ്ഞു. കരച്ചിലിന്റെ വക്കത്തെത്തിയ പെൺകുട്ടിയെ പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടർ ആശ്വസിപ്പിച്ചു. ഇതാണ് മോളെ അവരുടെ ആചാരം. അയാളുടെ കണ്ണിൽ നനവ്. സാരമില്ല അച്ഛാ, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ച് അവർക്ക് വേണ്ടി ജീവിക്കും. സത്യം. ആ പെൺകുട്ടി അന്നൊരു പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ അവൾ പാലിച്ചു. ലോകം മുഴുവൻ പിൽക്കാലത്ത് അറിയപ്പെട്ട ഐഡ സോഫിയ സ്കെഡർ ആയിരുന്നു ആ പെൺകുട്ടി. 1870 മുതൽ 1960 വരെയാണ് അവൾ ജീവിച്ചത്. മദർ തെരേസ പറയുന്നുണ്ട്, ലോകത്തിൽ നടമാടുന്ന അനീതിയുടെയും അക്രമത്തിന്റെയും പ്രധാന കാരണം സ്നേഹ ദാരിദ്ര്യമാണ്. മദർ തെരേസ എടുത്തു പറയുന്നുണ്ട്, ദൈവത്തിനു വേണ്ടി, അവന്റെ സ്നേഹത്തിനു വേണ്ടി ജീവിക്കുക, അതായിരിക്കണം നമ്മുടെ ആദർശം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.